ഞാൻ റോബിൻ മാത്യു. ഷെക്കേന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. ടേണിംഗ് പോയിന്റ് യുഎസ്എയുടെ സഹസ്ഥാപകനും പ്രമുഖ കൺസർവേറ്റീവ് പ്രവർത്തകനുമായ ചാർലി കിർക്കിന്റെ വധക്കേസിൽ പ്രതിയായ 22-കാരൻ ടെയ്ലർ റോബിൻസനെതിരെ വധശിക്ഷ ആവശ്യപ്പെടുമെന്ന് യൂട്ടാ പ്രോസിക്യൂട്ടർമാർ. കേസിലെ പുതിയ തെളിവുകൾ പ്രോസിക്യൂട്ടർമാർ കോടതിയിൽ സമർപ്പിച്ചു. പ്രതി തന്റെ റൂംമേറ്റിന് അയച്ച സ്വകാര്യ സന്ദേശങ്ങളിൽ കൊലപാതകത്തെക്കുറിച്ച് സംസാരിച്ചത് പ്രധാന തെളിവാണെന്നും അവർ വ്യക്തമാക്കി. ഐ ഹാഡ് ഇനഫ് ഓഫ് ഹിസ് ഹേറ്റ്രഡ് എന്നായിരുന്നു റോബിൻസൺ എഴുതിയിരുന്നത്. യൂറ്റാ കൗണ്ടി ഡിസ്ട്രിക്ട് അറ്റോർണി ജെഫ്രി ഗ്രേ പ്രതിക്കെതിരെ 7 കുറ്റങ്ങളാണ് ചുമത്തിയത്. അഗ്രവേറ്റഡ് മർഡർ, തെളിവ് നശിപ്പിക്കൽ, സാക്ഷികളെ ഭീഷണിപ്പെടുത്തൽ എന്നിവ ഉൾപ്പെടുന്നതാണ് കേസുകൾ. ലഭ്യമായ തെളിവുകളും സംഭവത്തിന്റെ ഗുരുതര സ്വഭാവവുമാണ് വധശിക്ഷ ആവശ്യപ്പെടാൻ കാരണമെന്ന് ഗ്രേ മാധ്യമങ്ങളോട് പറഞ്ഞു. റോബിൻസൺ കോടതിയിൽ ആദ്യമായി ഹാജരായത് ജയിലിൽ നിന്നുള്ള വീഡിയോ ലിങ്ക് വഴിയായിരുന്നു. ആത്മഹത്യാ പ്രതിരോധത്തിനായുള്ള പ്രത്യേക വസ്ത്രം അയാൾ ധരിച്ചിരുന്നു. കുറ്റങ്ങൾ വായിച്ച് കേൾപ്പിക്കുമ്പോൾ പ്രതിയുടെ മുഖത്ത് പ്രത്യേക ഭാവവ്യത്യാസങ്ങൾ ഒന്നും പ്രകടമായിരുന്നില്ല. ഗാസ സിറ്റിയിൽ വൻ മുന്നേറ്റം നടത്തി IDF. ഗാസ സിറ്റിയുടെ ഹൃദയഭാഗത്തേക്ക് ഇസ്രായേൽ സൈന്യത്തിന്റെ 2 ഡിവിഷനുകൾ കടന്നു കയറുന്നതായി ഇസ്രായേൽ പ്രതിരോധ സേനാ വൃത്തങ്ങൾ വ്യക്തമാക്കി. ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് തടയിടുന്നതിനായി ഹമാസ് സാധാരണക്കാരെ മറയാക്കുകയാണെന്നും തെക്കൻ ഗാസയിൽ മാനുഷിക സഹായ കേന്ദ്രങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുള്ളതായും IDF വ്യക്തമാക്കി. ഓപ്പറേഷൻ ഗിഡയൻസ് ചാരിയറ്റ് എന്ന സൈനിക നടപടിയുടെ അടുത്ത ഘട്ടം ഗാസ സിറ്റിയിൽ ഔദ്യോഗികമായി ആരംഭിച്ചതായാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. 3 ഡിവിഷനുകൾ ഇപ്പോൾ ഗാസ സിറ്റിയുടെ മധ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകം തന്നെ 98-ാം ഡിവിഷനും 162-ാം ഡിവിഷനും നഗരിക്കുള്ളിൽ നിരവധി മേഖലകൾ നിയന്ത്രണത്തിൽ ആക്കിയിട്ടുണ്ട്. 36-ാം ഡിവിഷൻ അടുത്ത ദിവസങ്ങളിൽ നഗരത്തിനുള്ളിലേക്ക് കടക്കുമെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുന്നു. യുദ്ധം മൂലം രാജ്യം ഒരു തരത്തിലുമുള്ള സാമ്പത്തിക തകർച്ചയും നേരിടുന്നില്ല എന്ന് വ്യക്തമാക്കി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. യുദ്ധത്തിലിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഇത്ര ശക്തമായിരിക്കുമെന്ന് വിശ്വസിക്കാൻ തന്നെ പ്രയാസമാണെന്നും നെതന്യാഹു വ്യക്തമാക്കി. ഇസ്രായേൽ സാമ്പത്തികാവസ്ഥ വളരെ ശക്തമാണ്. ഇതിൽ തനിക്ക് വലിയ ആത്മവിശ്വാസമുണ്ട്. കൊറോണ പ്രതിസന്ധിയും 2 വർഷത്തെ യുദ്ധവും കടന്നുപോയിട്ടും നമ്മുടെ സമ്പദ് വ്യവസ്ഥ കരുത്തോടെ നിലകൊള്ളുകയാണ്. ലോകമെമ്പാടുമുള്ള നിക്ഷേപങ്ങൾ ഇന്നും എത്തുന്നു. ഭാവിയിലും അത് തുടരും. സാമ്പത്തികവും സാങ്കേതികവുമായ നേട്ടങ്ങൾക്ക് പുറമെ നാളെയുടെ സാങ്കേതിക വിദ്യകളായ സൈബർ, AI എന്നിവയിൽ ഇസ്രായേൽ മുൻപന്തിയിലാണ് എന്നും നെതന്യാഹു വ്യക്തമാക്കി. യുദ്ധങ്ങൾ ഇസ്രായേലിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്തതായുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു നെതന്യാഹു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈ മാസം അവസാനം കൂടിക്കാഴ്ച നടത്തും. വൈറ്റ് ഹൌസിലാണ് കൂടിക്കാഴ്ച നടക്കുക. ജെറുസലേമിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് നെതന്യാഹു ഇക്കാര്യം വ്യക്തമാക്കിയത്. കൂടിക്കാഴ്ച നടത്താൻ ഡൊണാൾഡ് ട്രംപ് തന്നെ ക്ഷണിച്ചതായി നെതന്യാഹു വ്യക്തമാക്കി. തിങ്കളാഴ്ച നടത്തിയ ഫോൺ കോളിനിടെയാണ് തനിക്ക് ക്ഷണം ലഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. സെപ്റ്റംബർ 29-നാണ് നെതന്യാഹുവിന്റെ US സന്ദർശനം. ന്യൂയോർക്കിൽ നടക്കുന്ന UN പൊതുസഭയെയും നെതന്യാഹു അഭിസംബോധന ചെയ്യും. സെപ്റ്റംബർ 9-ന് ഖത്തറിൽ ഹമാസ് നേതാക്കൾക്കെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ശേഷം ട്രംപുമായി നിരവധി സംഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നും അവയെല്ലാം നല്ലതായിരുന്നുവെന്നും നെതന്യാഹു വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ബംഗ്ലാദേശിലെ ചിറ്റഗോങ്ങിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതായി റിപ്പോർട്ട്. ഷാ അമാനത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ US വ്യോമസേനയുടെ C-130J സൂപ്പർ ഹെർക്കുലീസ് വിമാനം എത്തിയതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നു. നോബൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനുസ് ധാക്കയിൽ അധികാരമേറ്റതിനു ശേഷം US സൈന്യം ചിറ്റഗോങ്ങിൽ പതിവായി സന്ദർശനം നടത്തുന്നതായി വാർത്തകൾ പുറത്തുവന്നിരുന്നു. രഹസ്യാന്വേഷണ യാത്രകൾ മുതൽ സംയുക്ത സൈനിക അഭ്യാസങ്ങൾ വരെ നടന്നതായാണ് റിപ്പോർട്ടുകൾ. ഈ വർഷം ആദ്യം ബംഗ്ലാദേശും അമേരിക്കയും ഓപ്പറേഷൻ പസഫിക് ഏഞ്ചൽ 2025, ടൈഗർ ലൈറ്റ്നിംഗ് 2025 എന്നീ രഹസ്യനാമങ്ങളുള്ള സൈനിക അഭ്യാസങ്ങൾ നടത്തിയിരുന്നു. അതിന്റെ 3ാം ഘട്ടമായാണ് പസഫിക് ഏഞ്ചൽ 2022-3 വിലയിരുത്തപ്പെടുന്നത്. ബംഗ്ലാദേശിലെ തന്ത്രപ്രധാനമായ ചിറ്റഗോങ് മേഖലയിൽ നടക്കുന്ന US സൈനിക വിന്യാസം ഇന്ത്യയിലും മ്യാൻമറിലും ആശങ്ക ഉയർത്തുന്നുണ്ട്. ദക്ഷിണ ചൈന കടലിൽ ഫിലിപ്പൈൻസും ചൈനയും തമ്മിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. ഫിലിപ്പൈൻ കപ്പലുകൾക്ക് നേരെ ചൈനീസ് കോസ്റ്റ് ഗാർഡ് ജലപീരങ്കി പ്രയോഗിച്ചത് നിയമവിരുദ്ധമാണെന്ന് ആരോപിച്ച് ഫിലിപ്പൈൻസ് രംഗത്ത് വന്നു. എന്നാൽ ഫിലിപ്പൈൻസിന്റെ കപ്പലുകൾ ചൈനയുടെ സ്കാർബറോ ഷോൾ പ്രദേശത്തെ ജലാതിർത്തിയിലേക്ക് നിയമവിരുദ്ധമായി അതിക്രമിച്ച് കയറുകയായിരുന്നുവെന്ന് ചൈന ആരോപിച്ചു. സംഘർഷത്തിൽ 10-ലധികം ഫിലിപ്പൈൻ കപ്പലുകൾ ഉൾപ്പെട്ടിരുന്നതായും ചൈനീസ് കോസ്റ്റ് ഗാർഡ് പറയുന്നു. അതേസമയം ഈ പ്രദേശത്തെ 35-ലധികം ഫിലിപ്പൈൻ മത്സ്യബന്ധന ബോട്ടുകൾക്ക് സഹായങ്ങൾ നൽകാൻ ഏർപ്പെട്ടിരുന്ന കപ്പലുകൾക്ക് നേരെയാണ് ചൈനീസ് ആക്രമണം നടന്നത്.
നടന്നത് എന്ന് ഫിലിപ്പീൻസ് ആരോപിക്കുന്നു. 9 ചൈനീസ് കപ്പലുകളാണ് ആക്രമണം നടത്തിയത് എന്ന് ഫിലിപ്പീൻസ് കോസ്റ്റ് ഗാർഡ് പറഞ്ഞു. നിർബന്ധിക്കുക, ഭീഷണിപ്പെടുത്തുക, നിയമവിരുദ്ധമായ പെരുമാറ്റം നടത്തുക എന്നത് ചൈനീസ് സർക്കാരിനെ സംബന്ധിച്ച് വളരെ സാധാരണമാണെന്നും അവർ വ്യക്തമാക്കി. ഷോൾ പ്രദേശത്തെ ദേശീയ പ്രകൃതി സംരക്ഷണ കേന്ദ്രമാക്കി മാറ്റാനുള്ള പദ്ധതികൾക്ക് ചൈന അംഗീകാരം നൽകി ഒരാഴ്ചയ്ക്കുള്ളിലാണ് സംഘർഷം ഉണ്ടായത്. വരും ദിവസങ്ങളിൽ സംഘർഷം കൂടുതൽ രൂക്ഷമായേക്കുമെന്നാണ് വിലയിരുത്തൽ. ബ്രൂണൈ, ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പീൻസ്, വിയറ്റ്നാം എന്നിവയുടെ പ്രത്യേക സാമ്പത്തിക മേഖലകളെ മറികടന്ന് ദക്ഷിണ ചൈന കടലിന്റെ ഏതാണ്ട് മുഴുവൻ ഭാഗവും ചൈന അവകാശപ്പെടുന്നുണ്ട്. ഇതാണ് സംഘർഷങ്ങൾക്ക് കാരണം. സ്കൂളുകളിൽ കുട്ടികളെ ഡ്രോൺ ഉപയോഗിക്കാൻ പഠിപ്പിച്ച് റഷ്യയുടെ അതിർത്തി രാജ്യവും നാറ്റോയിൽ അംഗവുമായ ലിത്വാനിയൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ രാജ്യത്തുടനീളമുള്ള 9 സ്കൂളുകളിലാണ് ആദ്യമായി ഇത് ആരംഭിച്ചിരിക്കുന്നത്. 10 വയസ്സ് പ്രായമുള്ള കുട്ടികളെയും മുതിർന്നവരെയും അടക്കം ഡ്രോണുകൾ പറത്താനും കൂട്ടിച്ചേർക്കാനും പ്രോഗ്രാം ചെയ്യാനുമാണ് പഠിപ്പിക്കുന്നത്. റഷ്യയുടെയും ബെലറൂസിന്റെയും അതിർത്തി രാജ്യമായ ലിത്വാനിയ ഇത് വളരെ പ്രാധാന്യത്തോടെയാണ് കാണുന്നത് എന്നും സൈനിക പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നും ലിത്വാനിയൻ ഡെപ്യൂട്ടി പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി. റഷ്യയിലെ കലിനിൻഗ്രാദ് എൻക്ലേവിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയുള്ള ടൗറേജിലെ സ്കൂളിൽ ഇപ്പോൾ കുട്ടികൾ കമ്പ്യൂട്ടറുകളിൽ വെർച്വൽ ഫ്ലൈറ്റുകൾ പരിശീലിക്കുകയാണ്. കുട്ടികൾ വളരെ ആവേശഭരിതരാണെന്നാണ് അധ്യാപകർ പറയുന്നത്. ഉക്രൈൻ റഷ്യ ആക്രമണത്തിനിടയിൽ 2 റഷ്യൻ ഡ്രോണുകൾ ലിത്വാനിയയിലേക്കും എത്തിയിരുന്നു. ഇതുകൂടാതെ നിരവധി റഷ്യൻ ഡ്രോണുകൾ പോളണ്ടിലേക്കും എത്തിയിരുന്നു. ഇതേ തുടർന്ന് ഒരു റഷ്യൻ ആക്രമണത്തെ മുൻകൂട്ടി കണ്ട് പ്രതിരോധ നടപടികൾ ശക്തമാക്കുകയാണ് ഈ മേഖലയിലുള്ള രാജ്യങ്ങൾ. അമേരിക്കൻ പ്രസിഡന്റായി സ്ഥാനമേറ്റെടുത്ത ശേഷമുള്ള തന്റെ 2ാമത്തെ സന്ദർശനത്തിനായി ഡൊണാൾഡ് ട്രംപ് ബ്രിട്ടനിൽ എത്തി. ട്രംപിനൊപ്പം ടെക്, ഫിനാൻസ് സിഇഒമാരുടെ സംഘവും ഉണ്ട്. പ്രതിനിധി സംഘത്തിൽ എൻവിഡിയ സിഇഒ ജെൻസൺ ഹുവാങ്, ഓപ്പൺ എഐ സിഇഒ സാം ആൾട്ട്മാൻ, ആപ്പിൾ സിഇഒ ടിം കുക്ക്, ബ്ലാക്ക് റോക്ക് ചെയർമാനും സിഇഒയുമായ ലാറി ഫിങ്കർ, ബ്ലാക്ക് സ്റ്റോൺ സിഇഒ സ്റ്റീഫൻ ഷ്വാർട്സ്മാൻ എന്നിവരും ഉൾപ്പെടുന്നുണ്ട്. എഐ, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, സിവിൽ ന്യൂക്ലിയർ എനർജി എന്നീ മേഖലകളിലെ ബന്ധം വർദ്ധിപ്പിക്കുന്നതിനായി ബ്രിട്ടനും അമേരിക്കയും സാങ്കേതിക കരാറിൽ ഒപ്പുവെച്ചു. മൈക്രോസോഫ്റ്റിന്റെ നേതൃത്വത്തിലുള്ള മുൻനിര യുഎസ് സ്ഥാപനങ്ങൾ യുകെയിൽ $42 ബില്യൺ നിക്ഷേപമാണ് വാഗ്ദാനം ചെയ്യുന്നത്. ആരോഗ്യ സംരക്ഷണത്തിനായി എഐ മോഡലുകൾ വികസിപ്പിക്കുന്നതിനും ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് കഴിവുകൾ വികസിപ്പിക്കുന്നതിനും സിവിൽ ആണവ പദ്ധതികൾ കാര്യക്ഷമമാക്കുന്നതിനുമുള്ള സംയുക്ത ശ്രമങ്ങൾ കരാറിൽ ഉൾപ്പെട്ടിട്ടുള്ളതായി ബ്രിട്ടൻ വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളിലെയും സാമ്പത്തിക വളർച്ച, ശാസ്ത്ര ഗവേഷണം, ഊർജ്ജ സുരക്ഷ എന്നിവയെ ഇത് സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. ഉക്രൈനുള്ള ആദ്യ US ആയുധ സഹായ പാക്കേജുകളിൽ ട്രംപ് ഭരണകൂടം ഒപ്പുവെച്ചതായി റിപ്പോർട്ട്. ഇത് ആദ്യമായാണ് നാറ്റോ സഖ്യകക്ഷികളുമായുള്ള പുതിയ സാമ്പത്തിക കരാറിന് കീഴിൽ ഉക്രൈനിലേക്ക് ആയുധങ്ങൾ അയക്കുന്നത്. മുൻഗണന ഉക്രൈൻ ആവശ്യകതാ പട്ടിക എന്ന സംവിധാനത്തിന്റെ കീഴിലാണ് ആയുധ കൈമാറ്റം. നാറ്റോ രാജ്യങ്ങളിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ച് US സ്റ്റോക്കുകളിൽ നിന്ന് ഉക്രൈന് ആയുധങ്ങൾ വിതരണം ചെയ്യും. US പ്രതിരോധ നയ അണ്ടർ സെക്രട്ടറി എൽബ്രിഡ്ജ് കോൾബി ഈ സംവിധാനത്തിന് കീഴിൽ $500 മില്യൺ വീതമുള്ള 2 പാക്കേജുകൾ വരെ ഇതിനകം അംഗീകരിച്ചിട്ടുണ്ട്. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ എൽ സാൽവഡോറിൽ ഈ വർഷം മാത്രം കടലിൽ നിന്നും നാവികസേന പിടിച്ചെടുത്തത് 21 ടൺ മയക്കുമരുന്നാണ്. കഴിഞ്ഞ ദിവസം പസഫിക് സമുദ്രത്തിൽ നിന്നും 1.4 ടൺ മയക്കുമരുന്ന് പിടിച്ചെടുത്തിരുന്നു. നാവികസേന തിരച്ചിലിനായി വരുന്നത് കണ്ട് കള്ളക്കടത്തുകാർ മയക്കുമരുന്ന് ഉപേക്ഷിച്ച് പോവുകയായിരുന്നുവെന്ന് പ്രതിരോധ മന്ത്രി റെനെ മെറീനോ പറഞ്ഞു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് ശൃംഖലയ്ക്കെതിരെ വലിയ തോതിലുള്ള നടപടികളാണ് എൽ സാൽവദോറിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രസിഡന്റ് നൈബ് ബുക്കേലെ അധികാരമേറ്റെടുത്തതിന് ശേഷം 71 ടണ്ണിലധികം മയക്കുമരുന്നാണ് ഇതുവരെ കണ്ടുകെട്ടിയിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസം മയക്കുമരുന്ന് കടത്ത് ആരോപിച്ച് വെനിസ്വേലയുടെ ഒരു ബോട്ട് അമേരിക്കൻ നാവികസേന തകർക്കുകയും 3 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു.